നമസ്കാരം സുഹൃത്തുക്കളെ. এনআরসি শুরু হয়েছে, এটা আমাদের কোনো সবুত নেই, কোনো কিচ্ছু নেই। এবার তাই আমাদের দেশে আমরা ফেরত যাচ্ছি। আচ্ছা, এটা আমাকে বলুন, বিজেপি সরকার আসার কারণে কি ফিরছেন? ওই বিজেপি সরকার আসার কারণেই তো এই এনআরসিটা শুরু হয়েছে না। এনআরসিটা പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ പുതിയ സർക്കാരാണല്ലോ, BJP സർക്കാരാണ്. സുവേന്ദു അധികാരി എന്ന പുതിയ മുഖ്യമന്ത്രിയാണ് അവിടെ ഭരിക്കുന്നത്. അദ്ദേഹം ഭരണമേറ്റ് ഉടൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനധികൃതമായിട്ട് കടന്നു കയറിയ ബംഗ്ലാദേശികളെ തിരിച്ചവരുടെ നാട്ടിലേക്ക് തന്നെ പറപ്പിക്കുന്ന പ്രക്രിയ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യക്കാരല്ല എന്ന് കണ്ടവർക്കൊക്കെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അങ്ങനെ നോട്ടീസ് കിട്ടിയ ഒരു കുടുംബത്തിനെ അവിടെയുള്ളൊരു മാധ്യമം ഇൻ്റർവ്യൂ ചെയ്യുന്ന ദൃശ്യമാണിത്. അതിൽ ഇവർ ചോദിക്കുമ്പോൾ, എങ്ങനെയാണ് നിങ്ങൾ ഇന്ത്യയിലേക്ക് എത്തപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നത്, അവിടെ ഒരു നദിയുണ്ട്, ഞാൻ അബദ്ധത്തിൽ ആ നദി കടന്ന് ഇപ്പുറത്ത് വന്നതാണ്, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോയില്ല എന്ന് ചോദിക്കുമ്പോൾ, പിന്നീട് ആ നദിയിൽ വെള്ളപ്പൊക്കമായി, അതുകൊണ്ട് എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. എത്ര പേര് തിരിച്ചു പോകുന്നുണ്ട് ചോദിക്കുമ്പോൾ കുടുംബം അടക്കം പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. കുടുംബം അടക്കം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരാൾ അബദ്ധത്തിൽ നദി കടന്ന് ഇപ്പുറത്ത് വന്നത് മനസ്സിലാക്കാം, പക്ഷേ ഒരു കുടുംബമടക്കം എങ്ങനെയാണ് നദി കടന്ന് ഇപ്പുറത്ത് വന്നത്? അപ്പോൾ ബോധപൂർവം തന്നെ വന്നതാണ് എന്ന് മനസ്സിലാക്കാം. ഇനി അയാൾക്ക് ഇവിടെ വോട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, വോട്ടുണ്ട്, എനിക്ക് ഇവിടെ വോട്ടുണ്ട്, വോട്ടർ ID ഉണ്ട്, ആധാർ കാർഡുണ്ട്, റേഷൻ കാർഡുണ്ട് എന്നെല്ലാം പറയും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയായിരിക്കും അയാൾക്ക് കിട്ടിയത്? തീർച്ചയായിട്ടും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതൊക്കെ കിട്ടിയതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പുതിയ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഇത്തരം കാര്യങ്ങളിൽ വളരെ കർക്കശമായിട്ടുള്ള നിലപാടാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ പോലീസുകാരോടടക്കം പറഞ്ഞു കഴിഞ്ഞു, ഇങ്ങനെ കണ്ടെത്തുന്ന ആളുകളെ ഇവിടുത്തെ ജയിലിലിടാൻ പാടില്ല, പകരം നേരെ തന്നെ അവരുടെ രാജ്യത്തേക്ക് ഡിപ്പോർട്ട് ചെയ്തേക്കുക. ഇവിടെ ജയിലിലിട്ടിട്ട് അവരെ ഇനി തീറ്റിപ്പോറ്റാൻ വേണ്ടി ഇവിടുത്തെ ആളുകളുടെ നികുതിപ്പണം എടുത്ത് കൊടുത്ത് തീറ്റിപ്പോറ്റാനായിട്ട് അവർ നമ്മുടെ മരുമക്കളൊന്നുമല്ല. വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. കണ്ടെത്തി അവർ ബംഗ്ലാദേശിയാണ് എന്ന് കണ്ടാൽ തിരിച്ചങ്ങോട്ടേക്ക് അയക്കുക. ഇനി എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ചിലർ വിചാരിക്കും 10-12 വർഷമായിട്ടും ഇവിടെ നരേന്ദ്രമോദിയാണല്ലോ ഭരിക്കുന്നത്, അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച എന്തുകൊണ്ടുണ്ടാകുന്നു? അതിർത്തിയൊക്കെ BSFൻ്റെ നിയന്ത്രണത്തിലല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത്? സ്വാഭാവികമായിട്ടും സംഖ്യകൾക്ക് പോലും സംശയമുണ്ടാകുന്ന ഒരു കാര്യമാണ്. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ ഉണ്ടായിരുന്ന സർക്കാർ കേന്ദ്ര സർക്കാരുമായിട്ട് കേസ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് സുപ്രീം കോടതിയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കേസാണ്. BSF അവിടെ പലതവണയായിട്ട് വേലി കെട്ടാനും സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കാനും ശ്രമിച്ചിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ അതിനെതിരെ കേസിന് പോയി. ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇനി സംസ്ഥാന സർക്കാർ മാറി. ഇനി പുതിയ സർക്കാരിന് കേസ് പിൻവലിക്കാം. തുടർന്ന് തടസ്സങ്ങളൊന്നുമില്ലാതെ അവിടെ ഈ വേലി കെട്ടുന്നത് പോലുള്ള കാര്യങ്ങൾ അവിടെ ഇനി തുടരാം. അത് ഇതിനകം തന്നെ തുടർന്നു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഈ വിഷയം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു സംശയം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. നമുക്കറിയാം, നെഹ്റുവിൻ്റെ കാലം മുതലേ ചൈന നമ്മുടെ മണ്ണ് കൈയടക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അരുണാചൽ പ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അവരതിന് ശ്രമിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ കാലത്തും ചൈന നമ്മുടെ മണ്ണ് മാന്തി എന്ന് നിരവധി തവണ ആരോപണം ഉന്നയിച്ച വ്യക്തിയാണ് കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി. പക്ഷേ ഈ രാഹുൽ ഗാന്ധി ഒരിക്കൽ പോലും കഴിഞ്ഞ 10-25 വർഷമായിട്ട് ഈ ബംഗ്ലാദേശ് അതിർത്തിയിൽ നടക്കുന്ന ഈ സുരക്ഷാ വീഴ്ചകളെപ്പറ്റി അല്ലെങ്കിൽ ഈ സുരക്ഷയില്ലായ്മയെപ്പറ്റി ഒരിക്കൽ പോലും ഒരിടത്തും പരാമർശിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? അവിടെയും നടക്കുന്നത് സുരക്ഷാ വീഴ്ച തന്നെയല്ലേ, അല്ലെങ്കിൽ സുരക്ഷയില്ലായ്മ തന്നെയല്ലേ? അവിടെ വേണ്ട രീതിയിലുള്ള വേലി കെട്ടിയിട്ടില്ല, പ്രതിരോധ സംവിധാനങ്ങളില്ല. അതുകൊണ്ടാണ് ഒരു നദി കടന്ന് ഞാൻ അബദ്ധത്തിൽ വന്നതാണ് എന്ന തരത്തിൽ പോലും വളരെ ലാഘവത്തോടെ പറഞ്ഞ് ബംഗ്ലാദേശി, അതായത് മറ്റൊരു രാജ്യക്കാരൻ നമ്മുടെ രാജ്യത്ത് കടന്നു കയറി നമ്മുടെ വിഭവങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നത്. ബംഗ്ലാദേശിലെ നല്ലൊരു ശതമാനം ആളുകളെയും അവർ ഇന്ത്യയിലേക്ക് തള്ളിവിട്ടിട്ട് ബാക്കിയുള്ളവരുടെ തല എണ്ണീറ്റാണ് ആളോഹരി വരുമാനത്തിൽ ഇന്ത്യക്കാൾ മുന്നിലാണ് ബംഗ്ലാദേശ് എന്ന് അവർ മേനി നടിക്കുന്നത്. ഇവിടെയുള്ള സകല ബംഗ്ലാദേശികളെയും അപ്പുറത്തേക്ക് തള്ളിവിടുകയും അങ്ങനെ അവിടെയുള്ള ജനങ്ങൾക്ക് തൊഴിലില്ലാതെ വരികയും ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ആളോഹരി വരുമാനം എന്നത് കൂപ്പുകുത്തും. അവർ ഇത്ര കാലം ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യയിലേക്ക് തള്ളിവിട്ടിരുന്ന ആളുകളുടെ എണ്ണം എടുക്കാതെ അവിടെ ബാക്കിയായിട്ടുള്ള ആളുകളുടെ എണ്ണം എടുത്തിട്ട് ശരാശരി ആളോഹരി വരുമാനം ഇന്ത്യയേക്കാൾ കൂടുതലുണ്ട് എന്ന് തള്ളിമറിക്കുകയാണ് ചെയ്തത്. ഇവിടുന്ന് ഏതാണ്ട് 1 കോടി ആളുകളെ അങ്ങോട്ടേക്ക് ഇപ്പോൾ തള്ളിവിടും. അവർ പറയുന്നത് അവർ അഭയാർത്ഥികളാണെന്ന്. അതെങ്ങനെയാണ് അവർക്ക് അവരുടെ ആളുകൾ അഭയാർത്ഥികളാവുന്നത്? അവർ യഥാർത്ഥത്തിൽ അഭയാർത്ഥിയല്ല, കടന്നുകയറ്റക്കാരായി കടന്നുകൂടിയത് ഇവിടെയാണ്, ഇന്ത്യയിലാണ്. അവരെ റെഫ്യൂജി എന്നൊരു ഗണത്തിൽ പോലും പെടുത്താൻ പറ്റില്ല. കാരണം അങ്ങനെ കയറി വന്നവരല്ല, നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി കയറി വന്നവരാണ്. അവരെ ഇപ്പോൾ കണ്ടെത്തി തിരിച്ചുവിടുന്നുണ്ട്. അത് രാഷ്ട്രീയപരമായും അല്ലാതെയും അവിടെ നടക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയോ ആ പാർട്ടിയുടെ നേതാവോ ഒരിക്കൽ പോലും ബംഗ്ലാദേശിൽ ഇങ്ങനൊരു കാര്യം, ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളിലേക്ക് ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മോദിയെ കുറ്റപ്പെടുത്തിയിട്ടില്ല. എന്തേ? ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷ പാർട്ടിയും നേതാവുമായിരുന്നെങ്കിൽ ഈ ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി എത്രയോ തവണ അവർക്ക് പ്രതിരോധത്തിലാക്കാമായിരുന്നു. അവർ പറഞ്ഞില്ല, അവർ ആരോപിച്ചില്ല. അതിനർത്ഥം അവരും കൂടെ കൂട്ടുനിന്നിട്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അത് മേലിൽ നടക്കാത്ത വിധം വൻ ഭൂരിപക്ഷത്തോടെ BJPക്ക് അവിടെ ഭരണം കിട്ടിക്കഴിഞ്ഞു. അതിൻ്റെ അറിയാനും തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 1 കോടിക്കടുത്ത് ആളുകൾ
ബംഗ്ലാദേശിലേക്ക് തിരിച്ചു വിടപ്പെടും എന്ന കാര്യം ഉറപ്പാണ്. അക്കൂട്ടത്തിൽ നമ്മുടെ ഇവിടെ വന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഭായിമാർ എന്ന് വിളിക്കപ്പെടുന്നവർ കൂടി പുറത്തേക്ക് പോകുമെന്ന കാര്യം ഉറപ്പാണ്. അതിപ്പോൾ കേരളത്തിനെയും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇവിടുത്തെ നിർമ്മാണ മേഖലകളിൽ വേണ്ടത്ര തൊഴിലാളികളില്ല, തൊഴിലാളി ക്ഷാമമാണ് എന്ന് ഇവിടുത്തെ എല്ലാ മാപ്രകളും ഇതിനകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ നമ്മുടെ കൂട്ടത്തിൽ വന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നവർ വരെ നമ്മുടെ രാജ്യക്കാരായിരുന്നില്ല, വലിഞ്ഞു കയറി വന്ന ബംഗ്ലാദേശിയായിരുന്നു എന്ന ഞെട്ടിക്കുന്ന സത്യം ഇനിയെങ്കിലും മലയാളികൾ മനസ്സിലാക്കണം.